കൂറ്റനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ പ്രസ് ക്ലബ് ഹാൾ ഉദ്ഘാടനം ചെയ്യാനൊരുങ്ങുന്നു. ഗുരുവായൂർ റൂട്ടിലെ പെട്രോൾ പമ്പിന് സമീപം പ്രസ് ക്ലബിനോട് ചേർന്നാണ് ഹാൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരേ സമയം 100ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന ചടങ്ങുകൾ, ആഘോഷങ്ങൾ, കുടുംബസംഗമങ്ങൾ, വിവിധ ഇവന്റുകൾ തുടങ്ങിയ മിതമായ നിരക്കിൽ സംഘടിപ്പിക്കാനാവുന്ന സൗകര്യം ഹാളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട്, സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ, ട്രഷറർ രഘു പെരുമണ്ണൂർ, TVM അലി, ഉമാശങ്കർ ഏഴുവങ്ങാട്, പ്രദീപ് ചെറുവാശ്ശേരി, AC ഗിവർ ചാലിശ്ശേരി, മധു കൂറ്റനാട്, KG സണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏറ്റവും അടുത്ത ദിവസങ്ങളിലായി ഉദ്ഘാടന ചടങ്ങ് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂറ്റനാട് പ്രസ് ക്ലബിന്റെ ഒരു വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന കൂറ്റനാട് ബ്ലൂ ഡയമണ്ട് ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചു വരുന്ന പ്രസ് ക്ലബിന്റെ ഞങ്ങളുടെ ഓഫീസുകളൊന്ന് വിപുലമായ രീതിയിൽ നവീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഓഫീസിനെ ഒരു പത്രസമ്മേളനത്തിന് മാത്രം ഉപയോഗിക്കണം എന്നല്ല പ്രസ് ക്ലബിൻ്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. കൂറ്റനാട് കലാ സാംസ്കാരിക രംഗത്തുള്ള ഒട്ടനവധി ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവർക്കൊന്ന് ഒത്തുകൂടാൻ ആവശ്യമായ ഒരു സ്ഥലത്തിൻ്റെ പരിമിതിയും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കോൺഫറൻസ് 50 ആൾ വരെയൊക്കെ ഇരിക്കാൻ സാധ്യതയുള്ള ഒരു മീറ്റിംഗ് ഹാള് കൂടിയാണ് ഞങ്ങൾ ഇവിടെ രൂപപ്പെടുത്തി. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഈ ഹാളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പ്രസ് ക്ലബ്ബ് അതിന് മുൻകാലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതിയുടെ ഓഫീസിലായിരുന്നു പത്രസമ്മേളനം നടന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്ത ഈ ഓഫീസ് ഇപ്പോൾ ഞങ്ങൾ വളരെയധികം പത്രസമ്മേളനങ്ങൾ ഈ കാലഘട്ടത്തിനുള്ളിൽ നടത്താൻ സാധിച്ചു. അതിന് എല്ലാവിധ മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ എല്ലാ വിഭാഗങ്ങളുടെയും പത്രസമ്മേളനങ്ങൾ ഈ ഓഫീസിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയും ഞങ്ങൾ കൂടുതൽ ഒരു പുതിയ ചുവടുവയ്പ്പിലേക്ക് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓഫീസ് നവീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ പരിപാടികൾ നടത്തുന്നതിന് ചുരുങ്ങിയ രീതിയിൽ നടത്തുന്നതിനും അതുപോലെ തന്നെ നാട്ടിൽ നടത്തുന്ന പരിപാടികൾ ചുരുങ്ങിയ രീതിയിൽ പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായിട്ടുള്ള പത്രസമ്മേളനങ്ങളും ഞങ്ങൾ വളരെ ചുരുങ്ങിയ നിരക്കിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.